നമസ്കാരം. കർണാടകയിലെ കുടകിലുള്ള തടിയൻറ്റമോൾ മലനിരകളിൽ ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളി IT ഉദ്യോഗസ്ഥ GS ശരണ്യയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. കോഴിക്കോട് നാദാപുരം സ്വദേശിനിയായ ശരണ്യയെ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് വനമേഖലയിൽ വെച്ച് കാണാതായത്. നിലവിൽ പോലീസ്, വനം വകുപ്പ്, നക്സൽ വിരുദ്ധ സേന എന്നിവരടങ്ങിയ 150ഓളം പേരാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വനത്തിനുള്ളിൽ പരിശോധന നടത്തുന്നത്. കൊച്ചിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ശരണ്യ ഏപ്രിൽ 1-നാണ് കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള 3ാമത്തെ കൊടുമുടിയായ തടിയൻറ്റമോൾ കൊടുമുടി കയറാനായി കുടകിലെത്തിയത്. കർണാടകയിലെ ഉയരം കൂടിയ കൊടുമുടികളിലൊന്നായ ഇവിടെ ഒറ്റയ്ക്ക് ട്രക്കിങ്ങിന് അനുമതിയില്ലാത്തതിനാൽ വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മറ്റ് 9 പേരടങ്ങുന്ന സംഘത്തോടൊപ്പമാണ് ശരണ്യ മല കയറിയത്. എന്നാൽ യാത്രക്കിടെ സംഘത്തിൽ നിന്നും മാറി അല്പം പിന്നിലായ ശരണ്യയ്ക്ക് വഴിതെറ്റുകയായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ തനിക്ക് വഴിതെറ്റിയെന്ന് ശരണ്യ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ ഫോണിലൂടെ അറിയിച്ചു. എന്നാൽ പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ ആശയവിനിമയം പൂർണ്ണമായും നിലച്ചു. തെരച്ചിൽ നടപടികൾ കാര്യക്ഷമമല്ലെന്നാരോപിച്ച് ശരണ്യയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. ഡ്രോണുകളും ഡോഗ് സ്ക്വാഡും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുമ്പോഴും കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. രാവിലെ വളരെ വൈകി മാത്രമാണ് തെരച്ചിൽ സംഘം മല കയറുന്നതെന്നും ശരണ്യ അവസാനമായി കണ്ട ലൊക്കേഷനിലേക്ക് എത്താൻ തന്നെ 4 മണിക്കൂറോളം സമയമെടുക്കുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുൻപ് പലതവണ ഒറ്റയ്ക്ക് യാത്രകൾ നടത്തി പരിചയമുള്ള, മാനസികമായി ഏറെ കരുത്തുള്ള വ്യക്തിയാണ് ശരണ്യയെന്നും സുഹൃത്തുക്കൾ പറയുന്നു. തെരച്ചിലിന് ഡ്രോണോ ഡോഗ് സ്ക്വാഡോ ഇല്ലെന്നും ഉദ്യോഗസ്ഥർ കള്ളം പറയുന്നതാണെന്നുമാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ശരണ്യയെ കാണാതായതറിഞ്ഞ ഉടനെ കൊച്ചിയിൽ നിന്നും കുടകിലെത്തിയതാണിവർ. ശരണ്യ തങ്ങളുടെ ടീമിലെ ഏറ്റവും ബോൾഡായിട്ടുള്ള ടീം ലീഡറാണെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. എറണാകുളത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ശരണ്യ ഒറ്റയ്ക്കാണ് ട്രക്കിങ്ങിനായി കുടകിലെത്തിയത്. സോളോ ട്രക്കിങ്ങിന് പോയിട്ട് മുൻപരിചയം ഉള്ള ആളാണ് ശരണ്യെന്നും ടീമിലെ വളരെ ബോൾഡായിരുന്ന വ്യക്തിയായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു. വളരെ വൈകിയാണ് തെരച്ചിൽ ആരംഭിച്ചതെന്നും രാവിലെ 10:30 മാത്രമാണ് സംഘം മുകളിലേക്ക് പോയതെന്നും ശരണ്യയുടെ സുഹൃത്തും പറയുന്നു. ശരണ്യ അവസാനമായി കണ്ട സ്ഥലത്തെത്താൻ തന്നെ 4 മണിക്കൂറോളം എടുക്കും. അതിനാൽ തന്നെ തെരച്ചിലിന് വളരെ കുറച്ച് സമയം മാത്രമാണ് ലഭിക്കുക. ഡ്രോണും ഡോഗ് സ്ക്വാഡും ഒക്കെ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ അവിടെ അത്തരമൊരു പരിശോധന നടക്കുന്നില്ല. സോളോ ട്രക്കിങ്ങിന് പോയിട്ട് നല്ല മുൻപരിചയമുള്ള ആളാണ് ശരണ്യെന്നും ടീമിനെ വളരെ ബോൾഡായിരുന്ന വ്യക്തിയായിരുന്നുവെന്നും സുഹൃത്ത് ഓർത്തെടുക്കുന്നു. ഈ മാസം 2-നാണ് ശരണ്യ കുടക് തടിയൻറ്റമോൾ മലയിൽ ട്രക്കിങ്ങിനായി എത്തിയത്. കർണാടകയിൽ ഏറ്റവും വലിയ 2ാമത്തെ മലയാണ്. ചോലവനവും പുൽമേടുകളും നിറഞ്ഞ 14 കിലോമീറ്റർ ദൂരത്തിലാണ് മലയിൽ ട്രക്കിങ്ങിന് അനുമതിയുള്ളത്. ട്രക്കിന് മല കയറിയ ശരണ്യയ്ക്ക് വഴിതെറ്റുകയായിരുന്നു. ഉച്ചയ്ക്ക് വഴിതെറ്റിയെന്ന് താമസ സ്ഥലത്ത് വിളിച്ചറിയിച്ചു. പിന്നീട് യുവതിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. എറണാകുളത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ശരണ്യ ഒറ്റയ്ക്കാണ് സാധാരണഗതിയിൽ ട്രക്കിങ്ങിനൊക്കെ പോകുന്നത്. ട്രക്കിങ്ങിനായി കുടകിലെത്തിയതും തനിച്ചായിരുന്നു. എന്നാൽ തനിച്ച് ഇത്തരമൊരു കൊടുമുടിയിലേക്ക് വിടാത്ത സാഹചര്യമുള്ളതുകൊണ്ട് 10 പേരടങ്ങുന്ന സംഘമായാണ് ഇവർ പോയത്. ട്രക്കിങ്ങിനായി 9 പേരടങ്ങുന്ന സംഘത്തിനൊപ്പം ശരണ്യ പോവുകയും എന്നാൽ ഈ സംഘത്തിൽ ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു വന്നെങ്കിലും ശരണ്യ തിരിച്ചു വന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താണ് ട്രക്കിങ്ങിന് ആളുകൾ എത്താറുള്ളത്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും 8:15 ട്രക്കിങ്ങിന് കടത്തിവിട്ടു. ബംഗളൂരു, ഹൈദരാബാദ് സ്വദേശികളായ 9 പുരുഷന്മാരും ശരണ്യയും അടങ്ങിയ 10-അംഗ സംഘമാണ് ട്രക്കിങ്ങിന് പോയത്. ശരണ്യ ഒരു നായയുടെ കൂടെ കളിച്ചു നിൽക്കുന്നത് കണ്ടുവെന്നും മടങ്ങി വന്നവർ പറഞ്ഞിരുന്നുവെന്നും ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 10 പേരടങ്ങിയ സംഘത്തെയാണ് ട്രക്കിങ്ങിന് അയക്കാറുള്ളത്. എന്തായാലും മലയാളിയായ ശരണ്യ കഴിഞ്ഞ 4 ദിവസമായി ട്രക്കിങ്ങിന് പോയിട്ട് കാണാതെയാകുന്നു. തെരച്ചിൽ തുടരുന്നുണ്ട്. എന്നാൽ തെരച്ചിൽ കാര്യക്ഷമമല്ല എന്നാണ് ശരണ്യയുടെ സുഹൃത്തുക്കൾ മാധ്യമങ്ങളോട് പറയുന്നത്.